Oh no! ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നേച്ചേഴ്സ് എസൻസിൻ്റെ ഫ്ലോലെസ് പപ്പായ ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു പാക്ക് വെച്ചിട്ട് 3 യൂസ് വരെയും ചെയ്യാം. 3 തവണ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഡീറ്റാൻ തെറാപ്പിയാണ്. അപ്പോൾ ഇത് ഫേഷ്യൽ പ്രെപ്പാണ്. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു ഡീറ്റാൻ തെറാപ്പി ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഫേസിലൊക്കെ ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീറ്റാൻ ഫേഷ്യൽ പ്രെപ്പ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫേഷ്യൽ പ്രെപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് എമൗണ്ട് കയ്യിലെടുത്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇതൊരു തിക്ക് ലെയറായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ നമുക്കങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വൈപ്പ് ഓഫ് മാസ്ക് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു വെറ്റ് ടിഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലോണം ഗ്ലോവിങ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ചും കൂടി ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു ഫേഷ്യൽ പ്രെപ്പ് ഡീറ്റൻ തെറാപ്പി വൈപ്പ് ഓഫ് മാസ്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും വിട്ടുപോകരുത്. അപ്പോൾ അത് ഒരു അടിപൊളി സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് 4 സ്റ്റെപ്പാണ് ആകെ ഉള്ളത്. അതിൽ ഈ ഒരു ഡീറ്റാൻ തെറാപ്പി എന്ന് പറയുന്നത് ഫേഷ്യൽ പ്രെപ്പാണ്. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്ലെൻസർ എടുത്തിട്ടുണ്ട്. ഫ്ലോലെസ് പപ്പായ ക്ലെൻസറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നമ്മുടെ മുഖത്തിന് തെളിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ചൊരു എമൗണ്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്വേർഡ് സ്ട്രോക്സിലാണ് നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇത് വൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ടിഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറ്റായിട്ടുള്ളൊരു കോട്ടൺ വെച്ചിട്ടായാലും നമുക്കിത് റിമൂവ് ചെയ്യാം. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് തുടച്ച് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ടായാലും നമുക്ക് റിമൂവ് ചെയ്യാം. അടുത്തത് നമുക്കിനി സ്റ്റെപ്പ് 2 ആണ്. അതെന്ന് വെച്ചാൽ എക്സ്ഫോലിയേറ്റ് ആണ്. ഫ്ലോലെസ് പപ്പായ സ്ക്രബാണ് കേട്ടോ ഇത്. ഈ ഒരു സ്ക്രബ് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് അപ്വേർഡ് സ്ട്രോക്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം കേട്ടോ. മുകളിലോട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയോ അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളയോ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഫേഷ്യലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് 45 മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫേഷ്യലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് നമുക്ക് 3 തവണ നമുക്ക് ഫേഷ്യൽ ചെയ്യാവുന്നതാണ് കേട്ടോ. 3 പ്രാവശ്യം നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് നല്ലൊരു സൂപ്പർ അഫോർഡബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 260 ആണ്. 260 രൂപയാണ് ഈ ഒരു ഫേഷ്യൽ കിറ്റിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ അഫോർഡബിൾ ആണ്. ഈ ഒരു 260 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തവണ ഫേഷ്യൽ ചെയ്യാം. നമ്മൾ പാർലറിലൊക്കെ ആയിരക്കണക്കിന് രൂപ കൊടുക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യത്തിലധികം ഗ്ലോവിങ്ങും അതുപോലെ തന്നെ ബ്രൈറ്റനിങ് കിട്ടുന്നൊരു ഫേഷ്യലാണ്. പപ്പായ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ടിൻ്റെ ഫേഷ്യലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഫ്രൂട്ടിൻ്റെ മാത്രമല്ല, ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 5 ഫ്ലേവറിലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത് ഫേഷ്യലിൻ്റെ കിറ്റുകളുള്ളത്. ഡയമണ്ട്, പേള്, ഗോൾഡൻ, അതുപോലെ തന്നെ പപ്പായ, പിന്നെ വേറെ ഫ്രൂട്ട് ഫേഷ്യലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരെ ഫേഷ്യൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നറിഷിംഗ് ആണ്, ഫ്ലോറസ് പപ്പായ മസാജ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലും ഒരുപോലെ തന്നെ മസാജ് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് അപ്വേർഡ് സ്ട്രോക്കിൽ നന്നായിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ഉള്ളതുകൊണ്ട് ഇത് നല്ലതായിട്ട് ക്ലിയർ ആയിട്ടും സ്മോൾ ബ്ലെമിഷസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇത് സ്കിൻ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് റെഡിയാവും. ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഏതാ നോക്കാം. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോളിഷിംഗ് ആണ്. ഫ്ലോലെസ് പപ്പായ പാക്കാണ് കേട്ടോ. ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫേഷ്യൽ കംപ്ലീറ്റ് ആവുകയാണ് ഇതോടുകൂടി. അപ്പോൾ ഇത് നല്ലൊരു തിക്ക് ലെയറിൽ നമ്മുടെ ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് നമ്മൾ കണ്ണൊക്കെ അടച്ചിങ്ങനെ കൂളായിട്ട് റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 4th സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു പാക്കിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിൻ സ്മൂത്തനാവാനും അതുപോലെ തന്നെ ക്ലിയർ ആവാനും വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫസ്റ്റത്തെ എങ്ങനെയാണോ എൻ്റെ ഫേസ് ഇരുന്നത് അതിലും നല്ലോണം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ബ്രൈറ്റനായിട്ടുണ്ട്, ഫേസ് കാണാൻ കുറച്ചും കൂടി ഗ്ലോവിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റത്തെ അതായത് കുറച്ച് ടാനൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ടാനൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഫേസ് ഒന്ന് നല്ലോണം റിലാക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഒരു ഫേഷ്യലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.